പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോഴ്സുകളുണ്ട് എൻ്റെ മുന്നിൽ. അപ്പം ഞാൻ ഏത് കോഴ്സ് എടുക്കണം വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആ കോഴ്സ് എടുക്കണം, ഈ കോഴ്സ് എടുക്കണം, മെഡിക്കൽ എടുക്കണം, ആർട്സ് എടുക്കണം, എഞ്ചിനീയറിംഗ് എടുക്കണം, അങ്ങനെ എനിക്ക് എല്ലാ കോഴ്സുകളും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പല കോഴ്സുകളും ഇഷ്ടമായിരിക്കും. ചില കുട്ടികൾക്ക് എനിക്ക് ഏത് കോഴ്സ് എടുത്താലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ആ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു BSc നഴ്സിംഗ് എടുക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒരു സർവീസ് മൈൻഡ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഞാൻ ആ ഒരു കരിയറിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും മടുപ്പ് വരില്ല. എത്ര രോഗികളെ പിന്നെ നോക്കിയാലും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്താലും എനിക്ക് മടുപ്പ് വരില്ല. ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഴ്സിംഗ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, എഞ്ചിനീയറിങ്, IT ഇതൊക്കെയാണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലൊരു കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.